Hi students, welcome to HYQ series. ഡോപ്പൻ്റെ HYQ സീരീസിൻ്റെ കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. HYQ സീരീസിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്ററിൻ്റെയും മെയിൻ ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു സെക്ഷനാണ് HYQ സീരീസ്. നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നീറ്റിനും ജെയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്ഷനാണ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് കാർബോക്സിലിക് ആസിഡ്. മെയിൻലി നിങ്ങൾക്കറിയാം, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ അതിൽ ആസിഡ്സിൻ്റെ അസിഡിക് സ്ട്രെങ്ത് പഠിക്കണം, ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസിൻ്റെ അസിഡിക് സ്ട്രെങ്ത് പഠിക്കണം, അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് പഠിക്കണം. ഇതൊക്കെ വഴിയെ വരുന്ന ഓരോ സീരീസിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്നത്തെ ഡിസ്കഷൻ കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിക് സ്ട്രെങ്ത് എങ്ങനെ കമ്പയർ ചെയ്യും, ആ ടോപ്പിക്കിൽ വരുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാനുള്ള എല്ലാ കണ്ടൻറ്റുമാണ് ഈ സെക്ഷനകത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാം, കാർബോക്സിലിക് ആസിഡ് വി നോ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആസിഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് COOH ആയിരിക്കും, അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് COOH. ഇപ്പോൾ കാർബോക്സിലിക് ആസിഡിനെ ജനറലി നമ്മൾ RCOOH എന്ന് പറയും. യു നോ, ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ലിബറേറ്റ് H+ എന്നാണ്. ഇപ്പോൾ കാർബോക്സിലിക് ആസിഡ് H+ റിലീസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് RCOO- കാർബോക്സിലേറ്റ് അയോണാണ് കിട്ടുന്നത്. മക്കളെ, ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഹൗ ക്യാൻ വി ഡിസൈഡ് ഓർ ഹൗ ക്യാൻ വി ഡിറ്റർമിൻ ദി അസിഡിക് സ്ട്രെങ്ത് ഓഫ് കാർബോക്സിലിക് ആസിഡ്? സോ റിമെമ്പർ, അസിഡിക് സ്ട്രെങ്ത് ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫസ്റ്റ് ഇൻഫർമേഷൻ, അസിഡിക് സ്ട്രെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -I ഇഫക്റ്റ്. ഫസ്റ്റ് ഇയർ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച നിങ്ങൾക്കറിയാം, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, -I ഇഫക്റ്റും +I ഇഫക്റ്റും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ആണ് -I ഇഫക്റ്റ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ് ആണ് +I ഇഫക്റ്റ്. അസിഡിക് സ്ട്രെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -I ഇഫക്റ്റ് ആണ്. അതേപോലെ അസിഡിക് സ്ട്രെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു +I ഇഫക്റ്റ്. അസിഡിക് സ്ട്രെങ്ത് ടോപ്പിക്ക് പഠിക്കാൻ ഫസ്റ്റിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ബേസിക് ഇൻഫർമേഷനാണ്. -I കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും, +I കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കുറയും. നിങ്ങൾക്കറിയണം, നല്ല ധാരണ വേണം, ഏതൊക്കെയാണ് -I ഗ്രൂപ്പ്, ഏതൊക്കെയാണ് +I ഗ്രൂപ്പ്. ജനറലി ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഹാലജൻസ് ഒക്കെയും -I ഗ്രൂപ്പിലാണ് വരിക. NO2 ഗ്രൂപ്പ് -I ആണ്, CN ഗ്രൂപ്പ് -I ഗ്രൂപ്പാണ്. വേറെയും ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്, എക്സാമ്പിൾ ആയിട്ട് ഞാൻ ചിലത് മാത്രം പറഞ്ഞതാണ്. +I ഗ്രൂപ്പിൽ വരുന്നതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്, ടേർഷ്യറി ബ്യൂട്ടൈൽ +I ഗ്രൂപ്പാണ്. ദെൻ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് +I ഇഫക്റ്റ് ആണ്. ദെൻ മിഥൈൽ ഗ്രൂപ്പ് +I ഇഫക്റ്റ് കാണിക്കും, ഇഥൈൽ ഗ്രൂപ്പ് +I ഇഫക്റ്റ് കാണിക്കും. മക്കളെ, കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -I, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു +I. യു സി വൺ ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ എക്സാമ്പിൾ, വളരെ ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. കൺസിഡർ ഫോമിക് ആസിഡ്, ദെൻ കൺസിഡർ അസറ്റിക് ആസിഡ്, then you consider propanoic acid. മക്കൾ നോക്കിക്കേ, ഈ 3 കാർബോക്സിലിക് ആസിഡിൽ ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ആസിഡ് ഏതാണ്? നമുക്കറിയാം, ഇവിടെ മിഥൈൽ ഗ്രൂപ്പ് കാണുന്നുണ്ട്, അതിന് +I ഇഫക്റ്റ് ആണ്. ഇവിടെ ഇഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതിനും +I ഇഫക്റ്റ് ആണ്. മിഥൈൽ ഗ്രൂപ്പിനേക്കാൾ +I പവർ കൂടുതലാണ് ഇഥൈൽ ഗ്രൂപ്പിന്. സോ ഹിയർ acidic strength formic acid greater than acetic acid which is greater than propanoic acid. മക്കളെ, +I ഇഫക്റ്റ് കൂടുമ്പോൾ ആസിഡിൻ്റെ സ്ട്രെങ്ത് കുറയും. സോ ഫോമിക് ആസിഡ് സ്ട്രോങ്ങർ ദാൻ അസറ്റിക് ആസിഡ് വിച്ച് ഈസ് സ്ട്രോങ്ങർ ദാൻ പ്രൊപ്പനോയിക് ആസിഡ്. ക്ലിയർ? പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് അതാണ്. 2, നിങ്ങൾക്കറിയാം, ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, അത് 2 ടൈപ്പ് പറഞ്ഞു. അതിനകത്ത് -I ഇഫക്റ്റും വരുന്നുണ്ട്, +I ഇഫക്റ്റും വരുന്നുണ്ട്. മക്കളെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ അപ്ലിക്കേഷൻ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, DNP റൂൾ എന്ന് പഠിക്കുക വേഗത്തിൽ.
ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ DNP റൂൾ അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ കറക്റ്റ് ആൻസർ തെറ്റിക്കാതെ കിട്ടും. DNP റൂൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, നിങ്ങൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് മക്കളെ, DNP റൂൾ എന്ന് പറയുമ്പോൾ ആദ്യം ഡിസ്റ്റൻസ് ആണ് നോക്കുക. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറയും. അപ്പോൾ ഫസ്റ്റ് കൺസിഡറേഷൻ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്പറാണ്, പിന്നെയാണ് പവർ വരുന്നത്. അതാണ് ഈ DNP റൂളിൽ പറയുന്നത്. ആദ്യം ഡിസ്റ്റൻസ് നോക്കുക, പിന്നെ നമ്പർ നോക്കുക, പിന്നെ പവർ നോക്കുക. അപ്പോൾ ഇതൊന്ന് മക്കളെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ് മൈൻഡിൽ വേണം. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അസിഡിക് സ്ട്രെങ്ത് ഡിസൈഡ് ചെയ്യാൻ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ക്ലിയർ? ഓക്കെ. അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന ചില എക്സാമ്പിൾസ് ആണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നോക്കിക്കേ. ആദ്യത്തത് ഫോമിക് ആസിഡ്, 2 അസറ്റിക് ആസിഡ്, അടുത്തത് പ്രൊപ്പനോയിക് ആസിഡ്, അടുത്തത് ബ്യൂട്ടനോയിക് ആസിഡ്. മക്കളെ, ആ കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും പ്ലസ് ഐ ഇഫക്റ്റ് കൂടും. പ്ലസ് ഐ ഇഫക്റ്റ് കൂടിയാൽ അസിഡിക് സ്ട്രെങ്ത് കുറയും. ടെൽമി, അപ്പോൾ ഇതിനകത്ത് മക്കളെ മോസ്റ്റ് അസിഡിക് ഏതായിരിക്കും? ഇതിനകത്ത് അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഫോമിക് ആസിഡിനാണ് വരിക. ഫോമിക് ആസിഡാണ് മോർ അസിഡിക്. അത് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ്, അത് കഴിഞ്ഞാൽ പ്രൊപ്പനോയിക് ആസിഡ്, ഏറ്റവും അവസാനം ബ്യൂട്ടനോയിക് ആസിഡ്. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത പോയിന്റ് ഏതാ? റിമെമ്പർ, അസിഡിക് സ്ട്രെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്ലസ് ഐ ഇഫക്റ്റ് എന്ന കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തത്. അറ്റ് ദ സെയിം ടൈം മക്കളെ ഓർക്കുക, അസിഡിക് സ്ട്രെങ്ത് കൂടുമ്പോൾ അതിന് pKa വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ഫോമിക് ആസിഡാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആസിഡിൽ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതിൽ pKa ഏറ്റവും കുറവ് ഫോമിക് ആസിഡിനാണ്. pKaയും അസിഡിക് സ്ട്രെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ മക്കളെ, നമുക്കിനി അടുത്ത എക്സാമ്പിൾസിലേക്ക് പോകാം. അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ യു സി അനദർ 4 ആസിഡ്സ് ആർ ഗിവൺ. യു സി ദ ഫസ്റ്റ് വൺ അസറ്റിക് ആസിഡ്. സെക്കൻഡ് എക്സാമ്പിളിൽ കണ്ടോ, ഹാലജൻ അയഡിൻ ആണ് വരുന്നത്. അയഡോ അസറ്റിക് ആസിഡ്, ദെൻ ബ്രോമോ അസറ്റിക് ആസിഡ്, ദെൻ ഫ്ലൂറോ അസറ്റിക് ആസിഡ്. മക്കൾക്കറിയണം, എല്ലാ ഹാലജൻസും ഏത് ഇഫക്റ്റാണ് കാണിക്കുക? മൈനസ് ഐ ഇഫക്റ്റാണ് കാണിക്കുക. മക്കളെ, ഹാലജൻസിലെ മൈനസ് ഐ പവർ, ഫ്ലൂറിനാണ് മൈനസ് ഐ പവർ കൂടുതൽ, പിന്നെ ക്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അയഡിൻ. ഇതാണ് ഹാലജൻസിൻ്റെ മൈനസ് ഐ ഇഫക്റ്റിൻ്റെ ഓർഡർ. Again and again remember, acidic strength directly proportional to minus ഐ ഇഫക്റ്റ്. എടാ, ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ അപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഏതാ? DNP റൂൾ എന്നാണ് പറഞ്ഞത്. ഡിസ്റ്റൻസ് ആണ് ആദ്യം പരിഗണിക്കേണ്ടത്. നോക്കിക്കേ, ഫ്ലൂറിൻ, ക്ലോറിൻ, അയഡിൻ എല്ലാം ഒരേ ഡിസ്റ്റൻസിലാണ്. നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയും കാർബോക്സിൽ കാർബണിൽ നിന്നാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലൂറിൻ്റെ പൊസിഷൻ 2 ആണ്, ബ്രോമിൻ്റെ പൊസിഷൻ 2 ആണ്, അയഡിൻ്റെ പൊസിഷൻ 2 ആണ്. ഫസ്റ്റത്തേതിൽ പിന്നെ അസറ്റിക് ആസിഡ് ഇല്ല, അതുകൊണ്ട് അത് ലീസ്റ്റ് അസിഡിക് ആണ് വെൻ കമ്പയർഡ് ടു അതർ 3. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. മക്കളെ, ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്പറാ പരിഗണിക്കുക. ഫ്ലൂറിൻ ഒരെണ്ണേ ഉള്ളൂ, ബ്രോമിൻ ഒരെണ്ണേ ഉള്ളൂ, അയഡിൻ ഒരെണ്ണേ ഉള്ളൂ. അപ്പം നമ്പറിൻ്റെ കാര്യത്തിൽ ഈക്വൽ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏതാ? ഡിസ്റ്റൻസ് കഴിഞ്ഞു, നമ്പർ കഴിഞ്ഞാൽ പിന്നെ പവർ ശ്രദ്ധിക്കണം. ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ. മക്കളെ, നിങ്ങൾക്കറിയും പവർ കൂടുതൽ ആയിരിക്കുക? ഫ്ലൂറിനാണ്. മൈനസ് ഐ പവർ കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും. മക്കളെ, കമോൺ പറ, ഈ കാണുന്ന എക്സാമ്പിൾസിൽ അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടിയത് ഏതിനായിരിക്കും? മൈനസ് ഐ പവർ കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടുന്നല്ലേ കോൺസെപ്റ്റ് പറഞ്ഞത്? ഇല്ലേ? റെഡിയാണ്. അപ്പോൾ മോസ്റ്റ് അസിഡിക് ഏതാ? വെരി ക്ലിയർ മക്കളെ, ഇതാണ് മോസ്റ്റ് അസിഡിക്. മോസ്റ്റ് അസിഡിക് വരുന്നത് ലാസ്റ്റത്തത് ഫ്ലൂറോ അസറ്റിക് ആസിഡ് മോസ്റ്റ് അസിഡിക്, പിന്നെ ബ്രോമോ അസറ്റിക് ആസിഡ്, ദെൻ അയഡോ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ആണ് ഇതിനകത്ത് വീക്ക്. പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നുകൂടി പറയാം. അസിഡിക് സ്ട്രെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഐ ഇഫക്റ്റ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്ലസ് ഐ ഇഫക്റ്റ്. മക്കളെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾ ഏതാ? DNP റൂൾ. എന്താ ഡി? ഡിസ്റ്റൻസ്, പിന്നെ N എന്ന് പറഞ്ഞ നമ്പർ, ദെൻ P. ഇത് കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കമ്പയർ ചെയ്യാൻ. ക്ലിയർ? ഓക്കെ, യു സി അനദർ ക്വസ്റ്റ്യൻ. മക്കളെ, ഇപ്പോൾ സ്ക്രീനിൽ ഒരു 3 ഡിഫറെൻ്റ് ആയ 4 ആസിഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ,
Now here A, now B, now C, then D. You see, first one acetic acid, second one chloroacetic acid, chloroacetic acid. അടുത്തത് ഡൈക്ലോറോഅസറ്റിക് ആസിഡ്, അടുത്തത് ട്രൈക്ലോറോഅസറ്റിക് ആസിഡ്. മക്കളെ, ആദ്യത്തതിൽ അസറ്റിക് ആസിഡാണ്, ബാക്കിയുള്ളതിലൊക്കെ ഹാലജൻസ് പ്രസൻ്റ് ആണ്. നമുക്കറിയാം ഹാലജൻസ് മൈനസ് ഇഫക്റ്റ് കാണിക്കും. എടാ, മൈനസ് ഇഫക്റ്റ് കാണിക്കുമ്പോൾ അതിന് അസിഡിക് സ്ട്രെങ്ത് കൂടും. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ് ഹാലജൻസിൽ, മൈനസ് ഇഫക്റ്റ്. റൂൾ ഏതാ പറഞ്ഞ്? DNP റൂളാണ്. ആദ്യം ഡിസ്റ്റൻസ്, എല്ലാം ഒരേ ഡിസ്റ്റൻസിലാണ്. ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. പിന്നെ നമ്മൾ ഏതാ പരിഗണിക്കുന്നത്? നമ്പർ പരിഗണിക്കണം. യു സി, ഒരു സ്ഥലത്ത് 3 ക്ലോറിനാണ്. യു സി ഹിയർ 3 ക്ലോറിൻ, നൗ ഹിയർ 2 ക്ലോറിൻ, നൗ ഹിയർ 2 ക്ലോറിൻ, ഇവിടെ 3 ക്ലോറിൻ, ഇതിൽ 1 ക്ലോറിൻ. അപ്പം നമ്പർ കൂടുതലാണ്. നമ്പർ മൈനസ് ഇഫക്റ്റ് ഗ്രൂപ്പിൻ്റെ നമ്പർ കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും. അസറ്റിക് ആസിഡിൽ there is no minus effect, so it is least acidic. Then you see the compound B, it contain 1 minus I group. Compound C contain 2 minus I group. The last one compound, it contain trichloroacetic acid contain 3 chlorine. So which is most acidic? Dears, come on, para most acidic D ആയിരിക്കും. Then C, then B, then A. A is least acidic. There is no minus I group. So here correct order of acidic strength. Carboxylic acid ടോപ്പിക്കിൽ എക്സാമിന് വരാവുന്ന എല്ലാ കോൺസെപ്റ്റുകളും മക്കളെ നമുക്ക് HYQ സീരീസിൽ ഡിസ്കസ് ചെയ്ത് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങണം. അതിനുള്ള ഒരു പുതിയ പ്രോഗ്രാമാണ് ഡോപ്പൻ്റെ HYQ സീരീസ്. ഓക്കെ, എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ കറക്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്താൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നീറ്റ് 2025 ആണെങ്കിലും നിങ്ങൾക്ക് JEE പേപ്പർ എഴുതുകയാണെങ്കിലും ഒക്കെ ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. മക്കളെ, നമുക്കിനി അടുത്ത എക്സാമ്പിൾസിലേക്ക് പോകാം. യു സി, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ അനദർ ഡിഫറെൻറ്റ് കാർബോക്സിലിക് ആസിഡ്സ് ABCD നോക്കിക്കേ. 4 കാർബോക്സിലിക് ആസിഡ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഫസ്റ്റ് വൺ യു സി, ജസ്റ്റ് കാർബൺ നമ്പർ ചെയ്യുമ്പോൾ there are 4 carbon atom, we know butanoic acid. Then second one 4-chlorobutanoic acid. Next 3-chlorobutanoic acid. അടുത്തത് 2-chlorobutanoic acid. മക്കളെ, സ്ട്രക്ചർ കാണുമ്പോഴേ ക്ലിയർ ആണ്. ഫസ്റ്റത്തത് ബ്യൂട്ടനോയിക് ആസിഡ് ആണ്, ബാക്കിയുള്ളതൊക്കെ ക്ലോറോബ്യൂട്ടനോയിക് ആസിഡ് ആണ്. വെരി ക്ലിയർ എക്സെപ്റ്റ് എ, അതർ കണ്ടെയ്ൻ മൈനസ് I ഗ്രൂപ്പ്. മക്കളെ, ഹാലജൻസ് മുഴുവനും മൈനസ് I ഗ്രൂപ്പാണ്. എടാ, മൈനസ് I ഗ്രൂപ്പ് വന്നാൽ ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ക്ലിയർ? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണമെന്നാ പറഞ്ഞ്? DNP റൂൾ അപ്ലൈ ചെയ്യണം. ആദ്യം ഡിസ്റ്റൻസ് പരിഗണിക്കണം. നോക്കിക്കേ, കോമ്പൗണ്ട് D, ആ D എന്ന ആസിഡിൽ ക്ലോറിൻ്റെ പൊസിഷൻ 2 ആണ്. C എന്ന ആസിഡിൽ ക്ലോറിൻ്റെ പൊസിഷൻ 3rd-ലാണ്. B എന്ന് എഴുതിയ ആസിഡിൽ ക്ലോറിൻ്റെ പൊസിഷൻ 4th-ലാണ്. മക്കളെ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറയും. ഇപ്പോൾ ഡിയിലാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മൈനസ് I ഇഫക്റ്റ് കൂടുതൽ, കാരണം അവിടെ ഡിസ്റ്റൻസ് കുറവാണ്. ഇപ്പോൾ ഡിയിൽ മൈനസ് I ഇഫക്റ്റ് കൂടുമ്പോൾ അതിന് അസിഡിക് സ്ട്രെങ്ത് കൂടും. ബിയിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്, ഡിസ്റ്റൻസ് കൂടുമ്പോൾ മൈനസ് I പവർ കുറയും. അപ്പോൾ അതിന് വെൻ കമ്പയർഡ് ടു D ആൻഡ് C, ബിക്ക് അസിഡിക് സ്ട്രെങ്ത് കുറവായിരിക്കും. മക്കളെ, ഇതിൽ ലീസ്റ്റ് അസിഡിക് ഏതാ? കമോൺ പറഞ്ഞേ. ലീസ്റ്റ് അസിഡിക് എ, ബിക്കോസ് ദർ ഈസ് നോ മൈനസ് I ഗ്രൂപ്പ്. സോ കറക്റ്റ് അസിഡിക് സ്ട്രെങ്ത് ഓർഡർ ശ്രദ്ധിക്കുക, എ ആണ് ലീസ്റ്റ് അസിഡിക്, ദെൻ ബി, ദെൻ സി, ദെൻ ഡി. ഡി ഈസ് മോസ്റ്റ് അസിഡിക്. മക്കളെ, ഡി എന്തുകൊണ്ട് മോസ്റ്റ് അസിഡിക് ആയി? ക്ലോറിൻ ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞ വെരി ക്ലോസ് ടു COH ഗ്രൂപ്പിലാണ് ക്ലോറിൻ. ഡിസ്റ്റൻസ് കൂടുന്തോറും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറയും. മൈനസ് I ഇഫക്റ്റ് കുറഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് കുറയും. സോ ഈസ് എ കറക്റ്റ് അസിഡിക് സ്ട്രെങ്ത്. ക്ലിയർ? മക്കളെ, കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിക് സ്ട്രെങ്ത് ഡിസൈഡ് ചെയ്യാൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റിന് ഒരു മെയിൻ റോള് വരുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും ഇലസ്ട്രേഷനുമാണ് ഡിഫറെൻ്റ് എക്സാമ്പിൾസിൽ മക്കളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത എക്സാമ്പിളിൽ പോകാം. 2 കോമ്പൗണ്ട് 2 ആസിഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒന്ന്
ഫ്ലൂറോ അസറ്റിക് ആസിഡ്, ദെൻ അനദർ നൈട്രോ ഗ്രൂപ്പ് കണക്ട് ചെയ്ത അസറ്റിക് ആസിഡ്. മക്കൾക്ക് അറിയണം, ഹാലജൻസ് മുഴുവനും മൈനസ് ഇഫക്റ്റ് കാണിക്കും. NO2 ഗ്രൂപ്പ്, CN ഗ്രൂപ്പ് ഒക്കെ മൈനസ് ഇഫക്റ്റ് കാണിക്കും. ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, മൈനസ് ഇഫക്റ്റ് അസിഡിക് സ്ട്രെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ DNP റൂളാണ്. ആദ്യം ഡിസ്റ്റൻസ് നോക്കണം. മക്കളെ നോക്കിക്കേ, ഫ്ലൂറിൻ്റെ പൊസിഷൻ സെക്കൻഡിലാണ്, NO2വിൻ്റെ പൊസിഷനും സെക്കൻഡിലാണ്. ഡിസ്റ്റൻസ് സെയിമാണ്, നമ്പർ സെയിമാണ്. ഒരു ഫ്ലൂറിനേ ഉള്ളൂ, ഒരു NO2 ഉള്ളൂ. അപ്പോൾ D കഴിഞ്ഞു, N കഴിഞ്ഞാൽ പിന്നെ പവർ നോക്കണം. പിന്നെ കൺസിഡർ ചെയ്യേണ്ടത് പവറാണ്. മക്കളെ, ഹാലജൻസിനേക്കാൾ മൈനസ് പവർ കൂടുതലാണ് NO2 ഗ്രൂപ്പിന്. NO2 ഗ്രൂപ്പിന് ഹാലജൻസിനേക്കാൾ മൈനസ് പവർ കൂടും. മൈനസ് പവർ കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും. സോ ഈ സെക്കൻഡ് കോമ്പൗണ്ട് NO2 ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബോക്സിലിക് ആസിഡ്, ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഫ്ലൂറോ അസറ്റിക് ആസിഡ്. ആദ്യത്തെ ആസിഡിനേക്കാൾ സ്ട്രെങ്ത് കൂടുതലാണ് രണ്ടാമത്തെ ആസിഡിന്. റീസൺ, NO2വിന് -5 പവർ കൂടുതലാണ്. അസിഡിക് സ്ട്രെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഇഫക്റ്റ് എന്നാണ്. മക്കളെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾസിലേക്ക് പോകാം. യു സി, പ്രൊപ്പനോയിക് ആസിഡ് ആണ് ഫസ്റ്റ് വൺ. അടുത്ത കോമ്പൗണ്ട് യു സി നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ വെരി ക്ലിയർ, 3 ഫ്ലൂറോ പ്രൊപ്പനോയിക് ആസിഡ്. നെക്സ്റ്റ് 2 ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ്. ഫസ്റ്റത്തത് പ്രൊപ്പനോയിക് ആസിഡ് ആണ്. സെക്കൻഡിൽ ഫ്ലൂറിനുള്ള പ്രൊപ്പനോയിക് ആസിഡ് ആണ്. തേർഡിൽ ക്ലോറിൻ വരുന്ന പ്രൊപ്പനോയിക് ആസിഡ് ആണ്. കുറേ തവണ പറഞ്ഞു, മക്കൾ നല്ല സെറ്റായി കാണും. ഹാലജൻസ് മുഴുവനും മൈനസ് ഇഫക്റ്റ് ആണ്. മൈനസ് ഇഫക്റ്റ് വന്നാൽ ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ഫസ്റ്റത്തതിൽ ദർ ഈസ് നോ മൈനസ് ഗ്രൂപ്പ്. സോ പ്രൊപ്പനോയിക് ആസിഡ് ആണ് ഈ 3 ആസിഡിൽ ഏറ്റവും വീക്ക്. ഇനി ഫ്ലൂറിനും വരുന്നുണ്ട്, ക്ലോറിനും വരുന്നുണ്ട്. മക്കളെ, രണ്ടിനും മൈനസ് ഇഫക്റ്റ് ആണ്. മൈനസ് ഇഫക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് റൂൾ യൂസ് ചെയ്യും? DNP റൂൾ യൂസ് ചെയ്യണം. ആദ്യം പരിഗണിക്കേണ്ടത് ഡിസ്റ്റൻസാണ്. നോക്കിക്കേ, ഈ ലാസ്റ്റത്തെ മൂന്നാമത്തെ ആസിഡിൽ ക്ലോറിൻ്റെ പൊസിഷൻ സെക്കൻഡിലാണ്. എന്നാൽ രണ്ടാമത്തെ ആസിഡിൽ ഫ്ലൂറിൻ്റെ പൊസിഷൻ തേർഡിലാണ്. ഫ്ലൂറിൻ ആസിഡ് ഗ്രൂപ്പിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുതലാണ്. എന്നാൽ ക്ലോറിൻ ആസിഡ് ഗ്രൂപ്പിന് കുറച്ച് അടുത്താണ്, ഡിസ്റ്റൻസ് കുറവാണ്. ഡിസ്റ്റൻസ് കുറഞ്ഞാൽ ഇൻഡക്റ്റ് ഇഫക്റ്റ് കൂടും. അപ്പോൾ ക്ലോറിൻ്റെ മൈനസ് ഇഫക്റ്റ് ആണ് ഇവിടെ കൂടുതൽ, ബിക്കോസ് ഓഫ് ഷോർട്ട് ഡിസ്റ്റൻസ്. ക്ലിയർ? ഡിസ്റ്റൻസ് കുറഞ്ഞാൽ മൈനസ് ഇഫക്റ്റ് കൂടും. മക്കളെ, മൈനസ് ഇഫക്റ്റ് കൂടിയാൽ അസിഡിക് സ്ട്രെങ്ത് കൂടും. സോ ഹിയർ അസിഡിക് സ്ട്രെങ്ത് കറക്റ്റ് ഓർഡർ ഇങ്ങനെ വരും. ആദ്യത്തെ പ്രൊപ്പനോയിക് ആസിഡ് ലീസ്റ്റ് അസിഡിക്, അത് കഴിഞ്ഞിട്ട് 3 ഫ്ലൂറോ പ്രൊപ്പനോയിക് ആസിഡ്, ദെൻ 2 ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് മൈനസ് ഇഫക്റ്റ്, അതിൻ്റെ അപ്ലിക്കേഷൻ, അത് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന റൂള് DNP റൂള്. ആദ്യം നോക്കേണ്ടത് ഡിസ്റ്റൻസ്, പിന്നെ നമ്പർ, പിന്നെ പവർ. ക്ലിയർ? മക്കളെ, ഇത് ഇലസ്ട്രേറ്റ് ചെയ്യുന്ന കുറേ എക്സാമ്പിൾസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് തന്നാൽ എങ്ങനെയാണ് അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ? ബൈ യൂസിങ് പ്ലസ് ഇഫക്റ്റ് ആൻഡ് മൈനസ് ഇഫക്റ്റ്. ക്ലിയർ? ഓക്കെ. ഇനി ഈ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ അറോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്, ദാറ്റ് മീൻ ബെൻസോയിക് ആസിഡിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഓർത്തോ ഇഫക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് പഠിക്കണം. മക്കളെ, അതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. യു സി, ഇത് ബെൻസോയിക് ആസിഡാണ്. സ്ക്രീനിൽ നോക്കിക്കേ, ഇറ്റ് ഈസ് ബെൻസോയിക് ആസിഡ്. നൗ ഹിയർ ആദ്യത്തത് ബെൻസോയിക് ആസിഡ്, രണ്ടാമത്തത് ഓർത്തോ പൊസിഷനിൽ NO2 കണക്ട് ചെയ്യുന്ന ഒരു ആസിഡ്. നോക്കിക്കേ, സെക്കൻഡ് വൺ 2 നൈട്രോ ബെൻസോയിക് ആസിഡ്. നൈട്രോ ബെൻസോയിക് ആസിഡ്. കണ്ടോ? 2 നൈട്രോ ബെൻസോയിക് ആസിഡ്. ആദ്യത്തത് ബെൻസോയിക് ആസിഡ്, രണ്ടാമത്തത് 2 നൈട്രോ അല്ലെങ്കിൽ ഓർത്തോ നൈട്രോ ബെൻസോയിക് ആസിഡ്. മക്കളെ, ശാന്തമായിട്ട് കേൾക്കുക. ഓർത്തോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ
ബെൻസോയിക് ആസിഡിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഏത് സബ്സ്റ്റിറ്റ്യുവൻ്റ് കണക്ട് ചെയ്താലും അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് ബെൻസോയിക് ആസിഡിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഓർത്തോ ഇഫക്റ്റ്. എങ്ങനെ മക്കളെ? ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ് ഈസ് സ്ട്രോങ്ങർ ദാൻ ബെൻസോയിക് ആസിഡ് വെദർ ദ സബ്സ്റ്റിറ്റ്യുവൻ്റ് ഈസ് +I or -I ഗ്രൂപ്പ്. ബെൻസോയിക് ആസിഡിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് കണക്ട് ചെയ്താലും അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് ബെൻസോയിക് ആസിഡിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഓർത്തോ ഇഫക്റ്റ്. സോ ഹിയർ ഓർത്തോ നൈട്രോ ബെൻസോയിക് ആസിഡ് ഈസ് സ്ട്രോങ്ങർ ദാൻ ബെൻസോയിക് ആസിഡ് ഡ്യൂ ടു ഓർത്തോ ഇഫക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ബെൻസോയിക് ആസിഡിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു എക്സ്ട്രാ പോയിന്റ്. ഓക്കെ മക്കളെ, ഇനി ആ കൂട്ടത്തിൽ തന്നെ വേറെ ചില പോയിന്റ് ഓർത്തു വെക്കുക. ഡിഫറെൻറ്റ് അറോമാറ്റിക് ആസിഡ്സ് തന്നു. ഇപ്പം നിങ്ങളെ ക്വസ്റ്റ്യനിൽ മുഴുവനും അറോമാറ്റിക് ആസിഡ്സാണ് തന്നു വിചാരിക്കുക. സപ്പോസ് തന്നിട്ടുള്ള എല്ലാ ഓപ്ഷനും ബെൻസോയിക് ആസിഡോ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡോ ആണോ തന്നത് എങ്കിൽ മക്കളെ ഈ പോയിന്റ് പഠിച്ചോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. പെട്ടെന്ന് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഈ എഴുതിയ പോയിന്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഡിഫറെൻ്റ് അറോമാറ്റിക് ആസിഡ്സ് തന്നാൽ അതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ മക്കളെ നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ടത് -M ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക. -M ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് അസിഡിക് സ്ട്രെങ്ത് കൂടും. -M കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കുക -I ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞാൽ +I ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുക. അത് കഴിഞ്ഞാൽ +M ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. മക്കളെ ഞാനവിടെ HC എന്ന് എഴുതിയത് ഹൈപ്പർ കോൺജുഗേഷനാണ്. +M ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. ഏറ്റവും അവസാനം +M ഗ്രൂപ്പ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ മക്കളെ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന പോയിന്റ് ഏതാ? ഏത് സീക്വൻസിലാണ് നിങ്ങൾ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുക? ആദ്യം -M ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക. അത് കഴിഞ്ഞാൽ -M ഗ്രൂപ്പ് നോക്കുക. അത് കഴിഞ്ഞാൽ +I ഗ്രൂപ്പ്. പിന്നെ +M ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. പിന്നെ +M ഗ്രൂപ്പ്. റിമെമ്പർ, കീപ് ഇറ്റ് ഇൻ മൈൻഡ്. +I +M ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് +M. മക്കളെ ഈ 3 ഗ്രൂപ്പ് വന്നാലും റിമെമ്പർ അസിഡിക് സ്ട്രെങ്ത് കുറയും. എന്നാൽ -M -I ഗ്രൂപ്പ് വരുമ്പോൾ നോർമലി അതിന് അസിഡിക് സ്ട്രെങ്ത് കൂടും. ഈ പോയിന്റ് നിർബന്ധമായിട്ട് പഠിക്കാം. ഇനി കോമൺ ആയിട്ട് മക്കൾ പഠിക്കേണ്ട ചില ഗ്രൂപ്പ്സ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അതിലൊന്ന് OCH3 എന്ന ഗ്രൂപ്പ് തരും. OCH3. അതേപോലെ മക്കളെ NH2 ഗ്രൂപ്പ്. OCH3 then NH2 then OH. ഏതൊക്കെ ഗ്രൂപ്പ്? OCH3 NH2 OH. മക്കളെ ഈ 3 ഗ്രൂപ്പ് ശ്രദ്ധിക്കുക. ഈ 3 ഗ്രൂപ്പ് +M ഇഫക്റ്റ് ആണ് കാണിക്കുക. +M ഇഫക്റ്റ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. പറയുന്ന നല്ലോണം കേൾക്കുക. OCH3 NH2 OH ഒക്കെ +M ഇഫക്റ്റ് ഗ്രൂപ്പാണ് വെൻ ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ. എന്നാൽ മക്കളെ ഇതേ ഗ്രൂപ്പ്, ഈ 3 ഗ്രൂപ്പ്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ 3 ഗ്രൂപ്പ് അത് -I ഇഫക്റ്റ് കാണിക്കും അറ്റ് മെറ്റാ പൊസിഷൻ. മക്കളെ ശ്രദ്ധിക്കണം, +M ഗ്രൂപ്പ് മെസോമറിക് ഇഫക്റ്റ് ഒരിക്കലും മെറ്റാ പൊസിഷനിൽ ഓപ്പറേറ്റ് ചെയ്യില്ല. ഇപ്പോൾ OCH3 ഗ്രൂപ്പ് +M ആണോ -I ആണോ എന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ എന്ത് ആൻസർ പറയും? അപ്പോൾ നമുക്കറിയണം പൊസിഷൻ ഏതാന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. അത് ഓർത്തോയിലും പാരയിലും വരുമ്പോൾ +M ഇഫക്റ്റ് കാണിക്കും. എന്നാൽ അതേ ഗ്രൂപ്പ് -I ഇഫക്റ്റ് കാണിക്കും അത് മെറ്റാ പൊസിഷനിൽ വന്നാൽ. ഈ ഒരു ഗ്രൂപ്പ് പഠിക്കാൻ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു സെറ്റാണ്. അതേപോലെ മക്കളെ പഠിക്കേണ്ട മറ്റൊന്ന് NO2 ഗ്രൂപ്പ്, നൈട്രോ ഗ്രൂപ്പ്. അതേപോലെ CN ഗ്രൂപ്പ്. മക്കളെ ഈ ഗ്രൂപ്പ് -M ഇഫക്റ്റ് ആണ് കാണിക്കുക. -M ഇഫക്റ്റ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ദെൻ ഈ പറഞ്ഞ 2 ഗ്രൂപ്പ് -I ഇഫക്റ്റ് കാണിക്കും അറ്റ് മെറ്റാ പൊസിഷൻ. വീഡിയോ കാണുമ്പോൾ, ക്ലാസ് കാണുമ്പോൾ മക്കളെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. വെരി ഹെൽപ്ഫുൾ ടു യു.
ഡെഫിനിറ്റ് നീറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആകുന്ന കോൺസെപ്റ്റുകളാണ് ഈ പറഞ്ഞിരുന്നത്. നൗ അനദർ പോയിന്റ് ശ്രദ്ധിക്കാം. CH3 ഗ്രൂപ്പ് ഇറ്റ് ഷോ +M ഇഫക്റ്റ് ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. CH3 +M ഇഫക്റ്റ് കാണിക്കും ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ പഠിക്കാൻ എളുപ്പത്തിന് CH3 ഗ്രൂപ്പ് ഹൈപ്പർ കോൺജുഗേഷൻ ആണ് അറ്റ് ഓർത്തോ ആൻഡ് പാര. മക്കളെ CH3 ഗ്രൂപ്പ് +I ഇഫക്റ്റ് കാണിക്കും അറ്റ് മെറ്റാ പൊസിഷൻ. ഈ എഴുതിയ സെറ്റ് നോക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഇൻഫർമേഷൻസ് ആണ്. നല്ലോണം അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിച്ചോ. ദെൻ ഹാലജൻസ് കണ്ടാൽ മക്കൾ അതിന് -I ഇഫക്റ്റ് ആണെന്ന് പഠിക്കാം. ഹാലജൻസിന് -I ഇഫക്റ്റ് ആണ് പ്രിഡോമിനന്റ്. ദെൻ +M ഇഫക്റ്റ്. ക്ലിയർ? അപ്പോൾ ബേസിക് ആയിട്ട് അറോമാറ്റിക് ആസിഡ്സിൻ്റെ സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി റിവ്യൂ പറയാണ് മക്കളെ, ഒന്നുകൂടി കൺക്ലൂഷൻ പറയാണ്. നിങ്ങൾ ഓർത്തോ ഇഫക്റ്റ് കൺസിഡർ ചെയ്യണം. എന്തായിരുന്നു ഓർത്തോ ഇഫക്റ്റ് എന്ന് പറഞ്ഞ്? ബെൻസോയിക് ആസിഡിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഏത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് കണക്ട് ചെയ്താലും അതിന് ബെൻസോയിക് ആസിഡ് അതിനേക്കാൾ സ്ട്രെങ്ത് കൂടുതലാണ്. അതിനാണ് ഓർത്തോ ഇഫക്റ്റ് എന്ന് പറയാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറെൻ്റ് അറോമാറ്റിക് ആസിഡ് തന്ന് അതിൻ്റെ സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ മക്കളെ ഏത് സീക്വൻസ് വെച്ച് നിങ്ങൾ ആൻസർ കാണും? ആദ്യം -M ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക, അതിനാണ് സ്ട്രെങ്ത് കൂടുക. പിന്നെ -I ഇഫക്റ്റ്, പിന്നെ +I, പിന്നെ +M ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ, ഏറ്റവും അവസാനം +M ഗ്രൂപ്പ് ഉള്ളതിന് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് കോമൺ ആയി ചില ഗ്രൂപ്പ്സ് ഞാൻ പറഞ്ഞു തന്നു. OCH3 NH2OH ഇതൊക്കെ +M ഇഫക്റ്റ് കാണിക്കും അറ്റ് ഓർത്തോ ആൻഡ് പൊസിഷൻ, ഓർത്തോ ആൻഡ് പാര. ഈ 3 ഗ്രൂപ്പ് -I ഇഫക്റ്റ് കാണിക്കും അറ്റ് മെറ്റാ പൊസിഷൻ. അതേപോലെ NO2CN ഗ്രൂപ്പ് -M ഇഫക്റ്റ് ആണ് അറ്റ് ഓർത്തോ ആൻഡ് പാര. എന്നാൽ ഈ 2 ഗ്രൂപ്പും -I ഇഫക്റ്റ് കാണിക്കും അറ്റ് മെറ്റാ പൊസിഷൻ. ആൽക്കൈൽ ഗ്രൂപ്പ്സ് ജനറലി +M ഇഫക്റ്റ് ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ ഇഫ് ഇറ്റ് ഈസ് പ്രസന്റ് ആറ്റ് ഓർത്തോ ആൻഡ് പാര. Alkyl group show +I effect when it is present at meta position. Clear? ഇനി നമുക്ക് ബെൻസോയിക് ആസിഡ്, അറോമാറ്റിക് ആസിഡിന്റെ സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യന്റെ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. മക്കളെ ഇനി സ്ക്രീനിൽ നോക്കിക്കേ. നമുക്ക് ചില അറോമാറ്റിക് ആസിഡ്സ് ആണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് ഇതിനെ ബേസിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്യണം. യു സി ഫസ്റ്റ് വൺ orthonitro-benzoic acid, second one meta-nitro-benzoic acid, and third one para-nitro-benzoic acid. മക്കളെ ഫസ്റ്റ് വൺ ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് നമ്പർ ഇടാണ്. ഇത് ABC. മക്കളെ നോക്കി, എയിൽ NO2 ഗ്രൂപ്പ് ഈസ് പ്രസന്റ് അറ്റ് ഓർത്തോ. സോ ഹിയർ ഇവിടെ എന്ത് ഇഫക്റ്റാ പറയാം? ഇവിടെ ഓർത്തോ ഇഫക്റ്റ് എന്നാ പറയാം, ഓർത്തോ ഇഫക്റ്റ്. രണ്ടാമത്തെ ആസിഡിൽ NO2 ഗ്രൂപ്പ് ഈസ് പ്രസന്റ് അറ്റ് മെറ്റാ പൊസിഷൻ. എടാ NO2 മെറ്റയിൽ വന്നാൽ -I ഇഫക്റ്റ്. ലാസ്റ്റത്തതിൽ NO2 പ്രസന്റ് അറ്റ് പാരാ പൊസിഷൻ, അവിടെ ഏതാ? -M ഇഫക്റ്റ്. മോസ്റ്റ് അസിഡിക് ആരാ? ഓർത്തോ ഇഫക്റ്റ് ഉള്ള ആസിഡിന് സ്ട്രെങ്ത് കൂടുതലാ. സോ എ ആണ് മോസ്റ്റ് അസിഡിക്. എ ഈസ് മോസ്റ്റ് അസിഡിക്. എ ആണ് മോസ്റ്റ് അസിഡിക്. എന്താ റീസൺ? ഓർത്തോ ഇഫക്റ്റ്. ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്, ബിയും സിയും. നേരത്തെ പറഞ്ഞ സീക്വൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. -M ഇഫക്റ്റിനാണ് സ്ട്രെങ്ത് കൂടുതൽ, അത് കഴിഞ്ഞിട്ടേ -I ഇഫക്റ്റ് വരുള്ളൂ. സോ കറക്റ്റ് ആൻസർ ABC. നൗ ഹിയർ ഈസ് ദ കറക്റ്റ് ആൻസർ. എ മോസ്റ്റ് അസിഡിക് ആവാനുള്ള കാരണം കമോൺ ഓർത്തോ ഇഫക്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സി വരാനുള്ള കാരണം -I. ബി വരാനുള്ള കാരണം സോറി ആൻസർ ABC അല്ല മക്കളെ, സോറി ആൻസർ ACB ആണ്. ഇങ്ങനെ വരിക. എ മോസ്റ്റ് അസിഡിക് ആവാനുള്ള കാരണം ഓർത്തോ ഇഫക്റ്റ്, അത് കഴിഞ്ഞ് സി വരാനുള്ള കാരണം -I ഇഫക്റ്റ്. ബി ഏറ്റവും അവസാനം എഴുതിയത് അത് -I ഇഫക്റ്റ് ആണ്. ക്ലിയർ? ഓക്കെ. ഇനി നോക്കൂ മറ്റൊരു എക്സാമ്പിൾ കണ്ടോ. യു സീ 2-methyl benzoic acid, 3-methyl benzoic acid and 4-methyl benzoic acid. Again you see A, B, C. മക്കളെ ഫസ്റ്റത്തത് ബെൻസോയിക് ആസിഡിന്റെ ഓർത്തോ പൊസിഷനിലാണ് CH3 ഗ്രൂപ്പ്. അവിടെ നമ്മൾ ഏത് ഇഫക്റ്റാ കൺസിഡർ ചെയ്യുക? യെസ് പറ മക്കളെ, ഓർത്തോ ഇഫക്റ്റാണ്.
അടുത്തതിൽ CH3 ഗ്രൂപ്പ് അറ്റ് മെറ്റാ പൊസിഷനാണ്. നമുക്കറിയാം CH3 ഗ്രൂപ്പ് മെറ്റയിൽ വന്നാൽ +I ഇഫക്റ്റ് ആണ്. CH3 ഗ്രൂപ്പ് ഓർത്തോലും പാരയിലും, ഇവിടെ CH3 ഗ്രൂപ്പ് പാരയിലാണ്. CH3 ഗ്രൂപ്പ് പാരയിൽ വന്നാൽ ഹൈപ്പർ കോൺജുഗേഷൻ ആണ്, +M ഇഫക്റ്റ് ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. കമോൺ ഡിയേഴ്സ്, പറ മക്കളെ. മോസ്റ്റ് അസിഡിക് എ റീസൺ ഓർത്തോ ഇഫക്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ബിയിൽ +I ഇഫക്റ്റ്, സിയിൽ ഹൈപ്പർ കോൺജുഗേഷൻ, ദെൻ +M ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ. നേരത്തെ ഞാൻ ഒരു സീക്വൻസ് നിങ്ങളെ കാണിച്ചു, ഓർമ്മയിലുണ്ടല്ലോ? പറ, ഒന്നുകൂടി റീകോൾ ചെയ്തേ ആ സീക്വൻസ്. -M ആണ് മോസ്റ്റ് അസിഡിക്, -M കഴിഞ്ഞാൽ -I, -I കഴിഞ്ഞാൽ +I, അത് കഴിഞ്ഞ് +M ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ, ലീസ്റ്റ് അസിഡിക് ആണ് +M. അപ്പം നമ്മുടെ കയ്യിൽ ഇനി 2 എണ്ണം ബാക്കിയുണ്ട്, ബിയും സിയും. ബിയിൽ +I ആണ്, സിയിൽ +M ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. സോ എ കഴിഞ്ഞാൽ ബി, അത് കഴിഞ്ഞാൽ സി. നൗ ഹിയർ ഇസ് ദ കറക്റ്റ് ആൻസർ. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. ക്ലിയർ മക്കളെ? ഓർത്തോ ഇഫക്റ്റ് എന്ന കോൺസെപ്റ്റ് ആണ് ഈ എക്സാമ്പിൾസിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. നോക്കിക്കേ, നല്ലോണം ഒന്ന് സെറ്റ് ആവണം മക്കളെ. നോക്കുക, 5 ആസിഡ്സ് തന്നിട്ടുണ്ട്, എല്ലാം ബെൻസോയിക് ആസിഡാണ്. നോക്ക്, എല്ലാം ബെൻസോയിക് ആസിഡാണ്, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ്സ് ആണ്. നോക്കിക്കേ, ഫസ്റ്റത്തതിൽ ബെൻസോയിക് ആസിഡിൻ്റെ ഓർത്തോ പൊസിഷനിലാണ് CH3 ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് പറയാം? ഓർത്തോ ഇഫക്റ്റാണ്. മക്കൾ നോക്കിക്കേ, രണ്ടാമത്തെ ആസിഡിൽ CH3 മെറ്റാ പൊസിഷനിലാണ്. അപ്പോൾ ഏത് ഇഫക്റ്റാ? +I ഇഫക്റ്റാണ്. പിന്നെ സിയിൽ ബെൻസോയിക് ആസിഡ് മാത്രമേ ഉള്ളൂ, വേറെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഇല്ല. ക്ലിയർ? ദെൻ ഓപ്ഷൻ ഡിയിൽ CH3 ഗ്രൂപ്പ് മെറ്റാ പൊസിഷനാണ്, +I ആണ്. ഇതും ഒരു മെറ്റാ പൊസിഷനാണ് വിത്ത് റെസ്പെക്ട് ടു COH ഗ്രൂപ്പ്, ഇല്ലേ? ശരിയല്ലേ? നോക്കിക്കേ, ആ COH ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് രണ്ടും +I ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. ദെൻ ഓപ്ഷൻ ഇയിൽ നോക്കിക്കേ, ഓർത്തോ ഇഫക്റ്റാണ്. നോക്കൂ, 2 സൈഡിൽ 2 ഓർത്തോയിലും CH3 ഉണ്ട്. അപ്പോൾ ഇവിടെയും ഓർത്തോ ഇഫക്റ്റാണ്, ഇവിടെയും ഓർത്തോ ഇഫക്റ്റാണ്. ആ ഫസ്റ്റത്തതിലും ഓർത്തോ ഇഫക്റ്റാണ്. നമുക്കറിയാം ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ എയിൽ ഓർത്തോ ഇഫക്റ്റ് ഉണ്ട്, ഇയിലും ഓർത്തോ ഇഫക്റ്റ് ഉണ്ട്. എടാ, എയിൽ ഒരു ഓർത്തോ ഇഫക്റ്റേ ഉള്ളൂ, എന്നാൽ ഇയിൽ 2 ഓർത്തോയിലും സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്നു. അപ്പോൾ മോസ്റ്റ് അസിഡിക് ഏതാ? ഇ ആണ് മോസ്റ്റ് അസിഡിക്. പഠിച്ചു വെച്ചോ. കാരണം ആ ബെൻസോയിക് ആസിഡിൻ്റെ 2 ഓർത്തോയിലും സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്നു. സോ ഇവിടെ മോസ്റ്റ് അസിഡിക് ആകുന്നത് ഇ ആണ്, കാരണം ഓർത്തോ ഇഫക്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എ ആണ്. അപ്പോൾ ഓർത്തോ ഇഫക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. മക്കളെ, ഓർത്തോ ഇഫക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ബിയിൽ +I ഉണ്ട്, സിയിൽ ബെൻസോയിക് ആസിഡ് മാത്രമേ ഉള്ളൂ, ഡിയിൽ +I ഉണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ എഴുതി തന്ന സീക്വൻസ് ഒന്നുകൂടി പറയാണ്. -M -I +I +M ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ, ദെൻ +M. മക്കളെ പറഞ്ഞു, അതിൽ +I ഹൈപ്പർ കോൺജുഗേഷൻ, +M വന്നാൽ അസിഡിക് സ്ട്രെങ്ത് കുറയും. അതുകൊണ്ട് ബിയിൽ +I ആണ്, ഡിയിലും +I ആണ്. അത് രണ്ടിനും അസിഡിക് സ്ട്രെങ്ത് കുറവാണ് വെൻ കമ്പയർഡ് ടു സി. കാരണം അത് 2 +I ഇഫക്റ്റ് ആണ്, സിയിൽ അങ്ങനെ വേറെ ഇഫക്റ്റ് ഇല്ല. അതുകൊണ്ട് എ കഴിഞ്ഞാൽ സി ആണ്. എടാ, സി കഴിഞ്ഞാൽ പിന്നെ ഏത് വരും? +I ഇഫക്റ്റ് കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കുറയും. അതുകൊണ്ട് ബി ആണ്. ലീസ്റ്റ് അസിഡിക് ആണ് ഡി, കാരണം അവിടെ 2 +I ഉള്ളത് കൊണ്ട് അതിന് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ക്ലിയർ? പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നുകൂടി ഓർക്കുക. എയിൽ ഓർത്തോ ഇഫക്റ്റ് ആണ്, ഇയിലും ഓർത്തോ ഇഫക്റ്റ് ആണ്. എടാ, ഇയിൽ 2 സൈഡിൽ ഓർത്തോ ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് അത് മോസ്റ്റ് അസിഡിക് ആണ്. അത് കഴിഞ്ഞിട്ട് എ. പിന്നെ എഴുതിയത് സി ആണ്, കാരണം അതിനകത്ത് വേറെ എക്സ്ട്രാ സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ടില്ല. ബിയിൽ CH3 മെറ്റയിൽ വന്നാൽ +I ആണ്, ഡിയിലും +I ആണ്. ഡിയിൽ മക്കൾ ശ്രദ്ധിക്കുക, ഡിയിൽ 2 +I ഉണ്ട്. +Iൻ്റെ എണ്ണം കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കുറയും. സോ ഡി ലീസ്റ്റ് അസിഡിക്. നൗ ഹിയർ ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്. ക്ലിയർ? ഓക്കെ മക്കളെ, നമുക്കിനി അടുത്ത ഒരു എക്സാമ്പിൾസിലേക്ക് പോകാം. നോക്കിക്കേ, 4 ബെൻസോയിക് ആസിഡ്സ് ഡെറിവേറ്റീവ്, ബെൻസോയിക് ആസിഡും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയ ആസിഡ്സോ തന്നത്. നോക്കൂ വേഗം. ഫസ്റ്റ് വൺ 4 മെത്തോക്സി ബെൻസോയിക് ആസിഡ്.
സെക്കൻഡ് 3 മെത്തോക്സി ബെൻസോയിക് ആസിഡ്, സി 2 മെത്തോക്സി ബെൻസോയിക് ആസിഡ് ആൻഡ് ഡി ബെൻസോയിക് ആസിഡ്. മക്കളെ നിങ്ങൾക്കറിയും ബെൻസോയിക് ആസിഡ്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂവൻസ് തന്നാൽ നമുക്കതിൻ്റെ സ്ട്രെങ്ത് കാണുന്ന ഒരു ഓർഡർ, ഒരു സീക്വൻസ് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെയാ? വീണ്ടും വീണ്ടും അതെങ്ങനെ നല്ല തറവാക്കി പഠിച്ച് ആദ്യം -m, പിന്നെ -i, പിന്നെ +i, പിന്നെ +m ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ, അവസാനം +m. ക്ലിയർ? നോക്കിക്കേ, OCH3 കണ്ടോ? OCH3 പാരാ പൊസിഷനിലാണ്. മക്കളെ ഏത് ഇഫക്റ്റ് കാണിക്കും? +m ഇഫക്റ്റ് കാണിക്കും. എടാ OCH3 മെറ്റാ പൊസിഷനിൽ -i ഇഫക്റ്റ് കാണിക്കും. ഓപ്ഷൻ സിയിൽ ബെൻസോയിക് ആസിഡിന്റെ ഓർത്തോ പൊസിഷനിൽ വന്നാൽ മക്കൾ പറ ഏത് ഇഫക്റ്റാ? ഓർത്തോ ഇഫക്റ്റ്. ഡിയില് ബെൻസോയിക് ആസിഡ്. വിനോ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ്, അതിന് സ്ട്രെങ്ത് കൂടുതലാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഓർത്തോ ഇഫക്റ്റ്. അപ്പോൾ മോസ്റ്റ് അസിഡിക് സി ആണ്. റെഡി? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സീക്വൻസ് ഓർത്തെ -m ഉണ്ടോ നോക്കുക. ഇല്ല, നൺ ഓഫ് ദം കണ്ടെയ്ൻ -m. എടാ -m ഇല്ലെങ്കിൽ അടുത്ത ചാൻസ് -i ആണ്. ഓക്കെ, ബി ദർ ഈസ് -i. അപ്പൊ സി കഴിഞ്ഞാൽ ബി. -i കഴിഞ്ഞാൽ പിന്നെ വരുന്നത് +i ഹൈപ്പർ കോൺജുഗേഷൻ +m. ഇത് മൂന്നും അസിഡിക് സ്ട്രെങ്ത് കുറയ്ക്കുന്ന ഫാക്ടറാണ്. അതുകൊണ്ട് ഡി എഴുതണം. ദെൻ ഏറ്റവും ലീസ്റ്റ് അസിഡിക് ആകുന്നത് എ, ബിക്കോസ് ദർ ഈസ് +m ഗ്രൂപ്പ്. നൗ ഹിയർ ഈസ് ദ കറക്റ്റ് അസിഡിക് സ്ട്രെങ്ത്. ക്ലിയർ? ഓക്കെ മക്കളെ, ആ കണ്ടന്റ് നല്ല പെർഫെക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആവട്ടെ. നോക്കിക്കേ, ബെൻസോയിക് ആസിഡിന്റെ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്ന എക്സാമ്പിൾ. ഫസ്റ്റ് വൺ OH ഗ്രൂപ്പാണ് എ ബി സിയിലുള്ളത്. മക്കളെ എയിൽ OH ഗ്രൂപ്പ് ബെൻസോയിക് ആസിഡിന്റെ ഓർത്തോ പൊസിഷനാണ്. അപ്പൊ ഏത് ഇഫക്റ്റാ പറയാ? യെസ്, കമോൺ പറ മക്കളെ, ഓർത്തോ ഇഫക്റ്റാണ്. രണ്ടാമത്തിൽ OH ഗ്രൂപ്പ് മെറ്റാ പൊസിഷനിൽ വന്നാൽ -i ഇഫക്റ്റ്. എടാ OH ഗ്രൂപ്പ് പാരാ പൊസിഷനിൽ വന്നാൽ +m ഇഫക്റ്റ്. മക്കളെ ബിഗിനിങ്ങിൽ ഞാൻ ചില ഗ്രൂപ്പും അതിൻ്റെ പൊസിഷനും ഏത് ഇഫക്റ്റാന്ന് പറഞ്ഞു. വെരി ഇമ്പോർട്ടൻറ്റ്. OH ഗ്രൂപ്പ് മെറ്റയിൽ വന്നാൽ -i ആണ്, പാരയിൽ വന്നാൽ +m ഇഫക്റ്റാണ്. ഡിയിൽ പിന്നെ വേറെ എക്സ്ട്രാ ഗ്രൂപ്പ് ഇല്ല. പറ എൻ്റെ മക്കൾ പറ, മോസ്റ്റ് അസിഡിക് ഏതാ? ഓർത്തോ ഇഫക്റ്റ് ഉള്ള എ ആണ് മോസ്റ്റ് അസിഡിക്. ഓക്കെ, ഗുഡ്. എ മോസ്റ്റ് അസിഡിക്. എടാ ഇനി നേരത്തെ പറഞ്ഞ സീക്വൻസ് ഓർത്തെ. -m ഉണ്ടോ? ഇല്ല, -m ഇല്ല. മക്കളെ -m ഇല്ലെങ്കിൽ അടുത്ത ചാൻസ് -i. ഓക്കെ, ഓപ്ഷൻ ബിയിൽ -i. -i കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്ട്രെങ്ത് കുറയ്ക്കുന്ന ഫാക്ടറാണ്. +i ഹൈപ്പർ കോൺജുഗേഷൻ +m. ഇതൊക്കെ അസിഡിക് സ്ട്രെങ്ത് കുറയ്ക്കും. അതുകൊണ്ട് ബി കഴിഞ്ഞാൽ ഡി എഴുതി, ബെൻസോയിക് ആസിഡ്. സ്ട്രെങ്ത് ഏറ്റവും കുറവ് +m വരുന്ന ഓപ്ഷൻ സി. നൗ ഹിയർ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ മക്കളെ? ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡിന് സ്ട്രെങ്ത് കൂടുതലാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഓർത്തോ ഇഫക്റ്റ്. ഇനി ഈ എക്സാമ്പിൾ നോക്കിക്കേ മക്കളെ, കൺഫ്യൂഷൻ ആവല്ലേ. ഇത് ബെൻസോയിക് ആസിഡ് അല്ല, സൈക്ലോഹെക്സൈൻ കാർബോക്സിലിക് ആസിഡാണ്. മക്കൾ ശ്രദ്ധിച്ച് നോക്കൂ, ഇത് ബെൻസോയിക് ആസിഡ് അല്ല, ഇത് സൈക്ലോഹെക്സൈൻ കാർബോക്സിലിക് ആസിഡും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻറ്റുകളുമാണ്. ദെൻ ഫസ്റ്റത്തതിൽ ക്ലോറിൻ ഉണ്ട്, വിനോ ക്ലോറിൻ -i ഇഫക്റ്റ് ആണ്. രണ്ടാമത്തത് ക്ലോറിൻ ഉണ്ട്, -i ഇഫക്റ്റ് ആണ്. അവസാനത്തിലും ക്ലോറിൻ ഉണ്ട്, -i ഇഫക്റ്റ് ആണ്. ഒരുപാട് തവണ ഈ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞു, അസിഡിക് സ്ട്രെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -i ഇഫക്റ്റ് ആണ്. മക്കളെ ഇൻഡക്റ്റ് ഇഫക്റ്റ് ഡിസ്റ്റന്റ് ഡിപ്പെൻഡൻ്റ് ആണ്. അതിൻ്റെ ഇഫക്റ്റ് പറയാൻ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊന്നു. ഏത് റൂളാ? കമോൺ മക്കൾ ഓർത്ത്, ഏത് റൂളാ? DNP റൂൾ. ആദ്യം എന്താ? ഡിസ്റ്റൻസ് നോക്കണം. കണ്ടോ, ഡിസ്റ്റൻസ് ഡിഫറൻ്റാ. മക്കളെ എയിൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ്, അതിനേക്കാൾ ഡിസ്റ്റൻസ് കൂടുതലാ ബിയിൽ, അതിനേക്കാൾ ഡിസ്റ്റൻസ് കൂടുതലാ സിയിൽ. ഡിസ്റ്റൻസ് കൂടുമ്പോൾ -i ഇഫക്റ്റ് കുറയും. മക്കളെ അപ്പോൾ എയിലാണ് -i ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ. എടാ -i ഇഫക്റ്റ് കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും. മക്കളെ മോസ്റ്റ് അസിഡിക് എ ആണ്, അത് കഴിഞ്ഞാൽ ബി, അത് കഴിഞ്ഞാൽ സി. ഡിസ്റ്റൻസ് എന്ന ഫാക്ടറാണ് ഇവിടെ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. തെറ്റിക്കല്ലേ, കൺഫ്യൂഷൻ ആവല്ലേ. ഇത് ബെൻസോയിക് ആസിഡ് അല്ല. മക്കൾ സ്ട്രക്ചർ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ -i എന്ന ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്തത്. ക്ലിയർ? ഓക്കെ മക്കളെ, ഇപ്പോൾ കുറേ ടൈം
നിങ്ങൾ കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന പോയിന്റ്സുകൾ പഠിച്ചു. സ്ക്രീനിൽ കാണുന്ന 4 ആസിഡ്സ് മക്കളൊന്ന് കോപ്പി ചെയ്യാം. ദെൻ ഇതൊരു സിമ്പിൾ ഹോംവർക്കായിട്ട് തരികയാണ്. മക്കളെ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താം. ഡൗട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ നമ്പർ പറയും. ഇത് മക്കളൊരു ഹോംവർക്കായിട്ട് ചെയ്യുക. ഇതുവരെ ഡിസ്കസ് ചെയ്ത പോയിന്റ് മക്കൾക്ക് ക്ലാരിറ്റി ഉണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒരു സെൽഫ് ഇവാലുവേഷന് വേണ്ടി തരികയാണ്. ഈ 4 ആസിഡിനെ എങ്ങനെയാണ് കറക്റ്റ് ആസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറിൽ കമ്പയർ ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ. ഇനി നോക്കൂ, വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഡിഫറെൻ്റ് ആയ നോക്കൂ, ഒരു 5 ആസിഡ്സ് തന്നു. എല്ലാം ബെൻസോയിക് ആസിഡാണ്. നോക്കിക്കേ, ഓൾ ആർ ബെൻസോയിക് ആസിഡ്. ഇതിൽ സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ നമുക്ക് കമ്പയർ ചെയ്യണം. മക്കളെ ഇവിടെ NO2 ആണ്, സോറി NO3 അല്ല, NO2. കണ്ടോ, NO2 ഗ്രൂപ്പ് പാരാ പൊസിഷനിൽ വന്നാൽ -M ഇഫക്റ്റ്. ഹാലജൻസ് ഒക്കെയും -I ഇഫക്റ്റാണ്. OCH3 +M ഇഫക്റ്റാണ്. മിഥൈൽ ഗ്രൂപ്പ് അറ്റ് പാരാ പൊസിഷൻ +M ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷനാണ്. ഏറ്റവും അവസാനം ബെൻസോയിക് ആസിഡാണ്. മക്കളെ ഒരുപാട് തവണ പറഞ്ഞില്ലേ സീക്വൻസ് എങ്ങനെ, സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന സീക്വൻസ് എങ്ങനെയാ പറ. ആദ്യം ഇവിടെ ഓർത്തോ ഇഫക്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ആദ്യം -M, പിന്നെ -I, പിന്നെ +I, പിന്നെ ഹൈപ്പർ കോൺജുഗേഷൻ, അവസാനം +M. റിമെമ്പർ, +I, ഹൈപ്പർ കോൺജുഗേഷൻ, +M. ഇത് മൂന്നും അസിഡിക് സ്ട്രെങ്ത് കുറയ്ക്കുന്ന ഫാക്ടറാണ്. സോ കമോൺ ഡിയേഴ്സ് പറ, മോസ്റ്റ് അസിഡിക്. A is most acidic. കാരണം -M. -M കഴിഞ്ഞാൽ പിന്നെ -I ആണ്. സോ B. റെഡി മക്കളെ? ഇനി 3 ബാക്കിയുണ്ട്. അതിൽ 2 +M ഹൈപ്പർ കോൺജുഗേഷനും സ്ട്രെങ്ത് കുറയ്ക്കുന്ന ഫാക്ടറാണ്. അതുകൊണ്ട് E എഴുതണം. ഓക്കെ. ഈ കഴിഞ്ഞിട്ട് പിന്നെ ഹൈപ്പർ കോൺജുഗേഷനും +M തന്നാൽ നമുക്കറിയാം ഹൈപ്പർ കോൺജുഗേഷൻ ഉള്ളതാണ് എഴുതേണ്ടത്. ഏറ്റവും അവസാനം ലീസ്റ്റ് അസിഡിക് വരുന്നത് +M വരുന്ന ഗ്രൂപ്പാണ്. സോ ഹിയർ കറക്റ്റ് അസിഡിക് സ്ട്രെങ്ത്. ഓർക്കണം, അസിഡിക് സ്ട്രെങ്ത്തും pKaയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. A മോസ്റ്റ് അസിഡിക്ക, മീനിങ് അതിനാണ് മക്കളെ pKa ഏറ്റവും ലോവസ്റ്റ് ഉള്ളത് ഈ തന്നിട്ടുള്ള 5 എക്സാമ്പിൾസിൽ. ക്ലിയർ? അടുത്തൊരു കോമ്പൗണ്ട് മക്കളെ, നമുക്ക് ഈ HYQ സീരീസിൻ്റെ അടുത്ത വീഡിയോയിൽ വരുന്നത് ആൽക്കഹോൾ ഫീനോൾസിൻ്റെ അസിഡിക് സ്ട്രെങ്ത് എങ്ങനെ കമ്പയർ ചെയ്യണമെന്നാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഒരു 4 കോമ്പൗണ്ട്സ് കാണുന്നുണ്ട്. ഏതൊക്കെയാ? 1 അസറ്റിക് ആസിഡാ, 2 ഫോമിക് ആസിഡാ, 3 ബെൻസോയിക് ആസിഡാ, 4മത്തത് ഫീനോളാണ്. മക്കൾ ശ്രദ്ധിക്കുക, ഫീനോൾ കാർബോക്സിലിക് ആസിഡിനേക്കാൾ ലെസ് അസിഡിക് ആണ്. ഫീനോള് എല്ലാ ഫീനോളും എന്നല്ല, ദി സിമ്പിൾ ഫീനോൾ. ഈ ഫീനോൾ കാർബോക്സിലിക് ആസിഡിനേക്കാൾ ലെസ് അസിഡിക് ആണ്. റിമെമ്പർ, ഫോമിക് ആസിഡും ബെൻസോയിക് ആസിഡും തന്നാൽ ആരാ മോസ്റ്റ് അസിഡിക്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫോമിക് ആസിഡ് ആണ് മോസ്റ്റ് അസിഡിക്. ഫോമിക് ആസിഡ് കഴിഞ്ഞാൽ ബെൻസോയിക് ആസിഡ്. ഫോമിക് ആസിഡിനേക്കാളും ബെൻസോയിക് ആസിഡിനേക്കാളും സ്ട്രെങ്ത് കുറവാണ് അസറ്റിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് കഴിഞ്ഞിട്ടാണ് മക്കളെ ഫീനോൾ വരുന്നത്. സോ ഹിയർ കറക്റ്റ് അസിഡിക് സ്ട്രെങ്ത്. റെഡി? അപ്പോൾ മക്കളെ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന സെക്ഷനാണ് പറഞ്ഞത്. ഈ പോയിന്റുകളാണ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ക്ലിയർ? ഇനി ഇതിൻ്റെ മെറ്റീരിയലും ഇതിൻ്റെ മോർ ഡിസ്കഷൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഡോപ്പൻ്റെ ഈ HYQ സീരീസ് തുടർന്നുള്ള ബാക്കി ദിവസങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ടോപ്പിക്കിൻ്റെയും മെയിൻ ഡിസ്കഷൻ ഈ സീരീസിലൂടെ നിങ്ങൾക്ക് തരും. ഇതിനെക്കുറിച്ച് അറിയാൻ, ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ, മെറ്റീരിയൽ കിട്ടാൻ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.